ഡൽഹി രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിൽ ഇപ്പോൾ വലിയൊരു പുകച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. സാധാരണ കാണുന്ന ബഹളങ്ങൾക്കും അപ്പുറം, വക്കേറ്റിങ്ങൾക്കും അപ്പുറം കേന്ദ്ര സർക്കാരിനെ അമ്പരപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറക്കിയ ആ മാസ്റ്റർ കാർഡ് എന്താണ് എന്നുള്ളതാണ്. സംഭവം നടക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത ജനപ്രതിനിധി സഭയായ ലോക്സഭയിലാണ്. സഭ സാധാരണ സമ്മേളിക്കുന്നത് പോലെ സമ്മേളിക്കുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖാമുഖം നിൽക്കുന്നു. പെട്ടെന്നാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചങ്ങനെ എഴുന്നേൽക്കുന്നത്. അവരുടെ കൈകളിൽ വലിയൊരു ചാർട്ടും കലണ്ടറും ഉണ്ട്. ആദ്യ നോട്ടത്തിൽ സ്പീക്കർ പോലും കരുതുന്നത് ഇതൊരു സാധാരണ പ്രതിഷേധം മാത്രമാണ് എന്നാണ്. എന്നാൽ കാര്യം മനസ്സിലായതോടെ സഭ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാകുന്നുണ്ട്. പിന്നീട് വലിയ ബഹളത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആ ചാർട്ടിൽ? അതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അത് മറ്റൊന്നുമായിരുന്നില്ല, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അറ്റൻഡൻസ് ബുക്ക് അഥവാ ഹാജർ പട്ടികയായിരുന്നു. രാജ്യം ഇത്രയും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സഭയിൽ വന്ന് മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രി എവിടെ? അറ്റൻഡൻസ് ചാർട്ട് സ്പീക്കർക്ക് നേരെ ഉയർത്തിക്കാട്ടി കെ സി വേണുഗോപാൽ ചോദിച്ച ഈ ഒരൊറ്റ ചോദ്യം ഭരണപക്ഷത്തിന്റെ എല്ലാ കണക്കുകൂട്ടുകളിലെയും തെറ്റിച്ചു. ജൂലൈ 21 ശേഷം ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തിയിട്ടില്ലെന്ന ഗുരുതരമായ വസ്തുതയാണ് കെ സി വേണുഗോപാലും സംഘവും സഭയുടെ നടുത്തളത്തിൽ പരസ്യമാക്കിയത്. ചോദ്യോത്തര വേള തടസ്സപ്പെട്ടു. സഭ നിർത്തിവെക്കേണ്ടി വന്നു. സഭ വീണ്ടും ചേർന്നപ്പോഴും വിട്ടുകൊടുക്കാൻ കെ സി വേണുഗോപാലും പ്രതിപക്ഷവും തയ്യാറായതേയില്ല. ക്യാമറകൾക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിലും ആ ചോദ്യം ശക്തമായി ഉയർന്നു. ജനപ്രതിനിധികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയില്ലേ എന്നതായിരുന്നു. വെറും ഒരു സഭാ ബഹളത്തിനുമപ്പുറം അമിത്ഷായുടെ സഭയിൽ അസാന്നിധ്യം ദേശീയ തലത്തിൽ വലിയൊരു രാഷ്ട്രീയ ചോദ്യചിഹ്നമാക്കി മാറ്റാൻ കെ സി വേണുഗോപാലിന്റെ ഈ നീക്കത്തിന് കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സഭയിൽ ഇതിന് മറുപടി നൽകാൻ സർക്കാർ നിർബന്ധിതരാകുമോ? അറ്റൻഡൻസ് കലണ്ടർ ഉയർത്തി പ്രതിപക്ഷം തുടങ്ങിയ ഈ പോരാട്ടം ഇനി ഏത് ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്? നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. സഭാ കവാടത്തിനപ്പുറത്ത് പാർലമെന്റിനകത്ത് ഒരു ബില്ല് പാസ്സാകാനിരിക്കുന്നുണ്ട്. വനിതകളെ മുൻനിർത്തിക്കൊണ്ട് മണ്ഡല പുനർനിർണയത്തിന്റെ ഒരു ബില്ല്. ആ ബില്ല് എങ്ങനെയെങ്കിലും സഭ കടത്തണമെന്ന് വിചാരിക്കുമ്പോൾ പലരെയും ചക്കിട്ട് പിടിക്കാൻ വേണ്ടി നിൽക്കുകയുമുണ്ട്. TMCയെയും DMKയെയും ശിവസേനയും സകലരെയും പിളർത്തിക്കൊണ്ട് ഒരു പിളർപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ MP മാരെ പണം കൊടുത്ത് സ്വന്തമാക്കി തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് ഒരു വോട്ടെടുപ്പിലൂടെ, അങ്ങനെ പിറക്കുന്ന ജനാധിപത്യത്തിന്റെ വോട്ടെടുപ്പിലൂടെ ഒരു ബില്ല് കടത്താനാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപേ ഇപ്പറഞ്ഞ മോദിയുടെയും BJPയുടെയും അമിത്ഷായുടെയും ഒക്കെ നീക്കം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ CJP നടത്തിയ ഒരു സമരത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി RSSന്റെ തലമൂത്തവൻ തന്നെ ഇറങ്ങി പോകേണ്ടി വരുമ്പോൾ BJP തീർത്തും കുരുക്കിലകപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ചാണക്യ തന്ത്രജ്ഞനായ അമിത്ഷായ്ക്ക് സഭയിൽ എത്താൻ പറ്റാതെ പോവുക എന്ന് പറയുന്നത് വലിയൊരു പരാജയം തന്നെയാണ്. ആ പരാജയത്തിന്റെ ചീട്ടാണ് ഹാജർ പട്ടികയാക്കിക്കൊണ്ട് കെ സി വേണുഗോപാൽ സഭയുടെ നടുത്തളത്തിൽ പ്രദർശിപ്പിച്ചതും സ്പീക്കറെ ഞെട്ടിച്ചതും.